ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം സ്ത്രീയെ ആദരിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരുപാട് മുസ്ലിം സ്ത്രീകളാണ് പ്രഭാഷണങ്ങളുമായി യുക്തിവാദികൾക്കും മറുപടിയുമായി രംഗത്ത് വരുന്നത്. വെറുതെ ടൈം വേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാത്തത്. ഒരുപാട് സ്ത്രീകൾ ഇവരൊക്കെ വന്നിട്ട് ഇന്ന ആളിന് മറുപടി എന്ന് പറഞ്ഞു വരും. ചിലര് കളിയാക്കലുകളുമായി വരും. പറയുന്ന വസ്തുതകൾക്ക് മറുപടി ഉണ്ടോ? ഇപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത്രയും കാണിച്ചിട്ട് പ്രിയപ്പെട്ട ടൈം വേസ്റ്റ് ചെയ്യാന്നുള്ളത് അവരുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് അതുപോലെയുള്ള ആളുകളായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എൻ്റെ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയുടെയും വാല്യൂബിൾ ആയിട്ടുള്ള ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്ന നല്ല ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് ഒരു വീഡിയോ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് കിട്ടണം, പുതിയതായിട്ട്, അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ടൈം വെറുതെ കളയാനില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണിക്കാത്തത്. അപ്പോൾ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അത് തന്നെ നല്ലത്. കാരണം വീട്ടിനകത്ത് പേറുയന്ത്രമാക്കി മാത്രം ഇരുത്തണം എന്നതിൽ നിന്ന് വിഭിന്നമായി അവരെ നമുക്ക് മറുപടി പറയുക എന്ന രൂപത്തിലെങ്കിലും പൊതുസമക്ഷത്തിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് നിർത്താൻ ഒരു സൗജന്യം, ഒരു അവകാശം, ഒരു അനുമതി അവരുടെ ഭാഗത്തു നിന്ന്, ഒരു വിട്ടുവീഴ്ച ഇവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അത് തന്നെ നല്ലത്. പിന്നെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അത് തന്നെ മതി. ഭർത്താവിനോട് അനുവാദം ചോദിച്ച് അയാൾ സമ്മതിക്കുന്നത് മതി. ജോലിക്ക് പോയാലും ആ ജോലിക്ക് കിട്ടുന്ന ശമ്പളം ഭർത്താവിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ വാങ്ങിയെടുക്കുന്നത് അവർക്ക് സന്തോഷമാണെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഒരു പാകിസ്ഥാനി യൂട്യൂബർ പറഞ്ഞ 1-2 കവിതകളുടെ 1-2 വരികൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കാൻ വിടുന്ന പെൺകുട്ടി സ്കൂളിൽ പോകും, അവൾ അവിടെ നൃത്തത്തിന്റെ ചുവടുകൾ വയ്ക്കും, അത് വേശ്യാവൃത്തിയാണ്. അതുകൊണ്ട് പെണ്ണിൽ നിന്നും നിങ്ങൾ ആദരവാണോ പ്രതീക്ഷിക്കുന്നത്? മര്യാദയ്ക്ക് മൂടുപടം അണിഞ്ഞ് പെണ്ണിനെ വീട്ടിനകത്തിരുത്തിക്കൊള്ളാൻ. എങ്ങനെയുണ്ട്? പ്രവാചകനിൽ നിന്നും വന്നതാണിത്. പെണ്ണിനെ അധികാരമേൽപ്പിക്കുന്ന ഒരു ജനതയും ഗതി പിടിക്കില്ല എന്ന് പ്രവാചകൻ പറഞ്ഞതാ. പ്രവാചകനേക്കാൾ വലിയ ഒരു സ്ത്രീ വിരുദ്ധൻ വേറെയുണ്ടോ? അള്ളാഹുവിന്റെ കിതാബിനേക്കാൾ വലിയ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ അടങ്ങിയ ഗ്രന്ഥം എവിടെ കിട്ടും? സ്ത്രീ കൃഷിയിടമാണ് എന്ന ഖുർആൻ പറഞ്ഞത് 2-ാം അധ്യായം 223-ാമത്തെ വചനം. നിസാഉക്കും ഹർസുൻ ലക്കും ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചോ. അല്ല, പെണ്ണിനെ പഠിക്കാൻ വിടരുത്. ആണും പെണ്ണും ഇടകലർന്നിട്ടുള്ള പഠനമാണ്. അധ്യാപകരുണ്ടാകും, പെണ്ണിന് ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മൂക്കുന്നതിന് മുമ്പ് തന്നെ ഒരുത്തനെ പിടിച്ചേൽപ്പിക്കണമെന്ന് പഠിപ്പിച്ച ഉസ്താദുമാരൊക്കെ പിന്നീട് ക്രമേണ ആശയങ്ങൾ മാറ്റി, നിലപാടുകൾ മാറ്റി. പാവാടപ്രായം മാറുന്നതിന് മുമ്പ് അവളെ പേറുയന്ത്രമാക്കി ഒരുത്തനെ ഏൽപ്പിക്കണം. നമ്മുടെ ബാലുവണ്ണം പറഞ്ഞത് കന്യാസ്ത്രീകളുടെ സ്ഥാനങ്ങൾ വേസ്റ്റ് അല്ലേ? കന്യാസ്ത്രീകൾക്ക് അല്ലാഹു ഗർഭപാത്രം നൽകിയത് എന്തിനാണ്? ഈ ഒരൊറ്റ ചിന്തയെ ഇവർക്കുള്ളൂ. പെണ്ണാണോ പേറുയന്ത്രമാകുക, പുരുഷനെ ലൈംഗികമായി തൃപ്തി വരുത്തുക, ഇത് മാത്രമാണ് പെണ്ണിന്റെ ജോലി. അതുകൊണ്ടാണ് 6 വയസ്സുള്ള ആയിഷ 53-കാരനായ പ്രവാചകൻ ആയിഷയെ വിവാഹം കഴിച്ചപ്പോൾ അവൾക്ക് ലൈംഗിക പക്വത നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 6 വയസ്സുള്ള കുഞ്ഞിന് ഏത് രൂപത്തിലുള്ള ലൈംഗിക പക്വതയാണ് ഇവർ ആരോപിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതാണ് ഇവരുടെ ബുദ്ധി. ഇവർക്ക് ഇത്രയ്ക്കേ ബുദ്ധിയുള്ളൂ, ഇവർക്ക് ഇങ്ങനെയേ ചിന്തിക്കാനും പറ്റൂ. അപ്പോ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ എമ്പാടും ഇവർ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പാവാടപ്രായം മാറുന്നതിന് മുമ്പ് പേറിയന്ത്രമാക്കി അപ്പിക്കുപ്പായത്തിനകത്തിരുത്തി വീട്ടിന്റെ അടുക്കളയുടെ അകത്തളങ്ങളിൽ അവളെ ഇരുത്തണം എന്ന് പറഞ്ഞ അതേ ആളുകൾ തന്നെ പിന്നീട് പറഞ്ഞു, പെണ്ണിനെ വയറ് സംബന്ധമായി, ഗർഭസംബന്ധമായി, പ്രസവ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ പെൺ ഡോക്ടറെ തന്നെ കാണിക്കണം. അതും അവൾ ഹിജാബ് ഇട്ടിരിക്കണം, മുസ്ലിം പെൺ ഡോക്ടർ ആയിരിക്കണം. അതല്ലെങ്കിൽ അവളെ കെട്ടിയിട്ടില്ലെങ്കിൽ മുറിയൻ ഡോക്ടർ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ രക്തം കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് ഇത് നോട്ടമുണ്ടോ? IVF ചെയ്യാൻ പോകുമ്പോൾ നോട്ടമുണ്ടോ? കാരണം എവന്റെയെങ്കിലും ഒക്കെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഒരുപാട് ഡോക്ടർമാർ ഞാനുമായിട്ട് ആ വിഷയങ്ങളൊക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അവയവ ദാനം ചെയ്യുമ്പോൾ ഇവർക്ക് ആ ഒരു പ്രശ്നമുണ്ടോ? ചികിത്സിക്കുന്ന ഡോക്ടർ പ്രശ്നം, ഇഞ്ചക്ഷൻ എടുക്കുന്ന നേഴ്സ് പ്രശ്നം. എന്നാ പിന്നെ ഇവർക്കൊക്കെ അങ്ങ് വീട്ടിലിരുന്നാ പോരെ?
പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഈ ആധുനിക ചികിത്സാ രീതികളൊന്നും ഇല്ലല്ലോ. ആ ചെയ്യുന്നത് തെറ്റല്ലേ? ഇവർക്ക് മര്യാദയ്ക്ക് അങ്ങ് ഇവരുടെ വീടുകളിൽ ഇരുന്നാൽ പോരെ. പെണ്ണിനെ കൃഷിയിടമാക്കി മാറ്റാൻ ഇപ്പോഴും ഇവർ വെമ്പൽ കൊള്ളുവാണ്. അതിലേറെ എനിക്ക് രസകരമായി തോന്നുന്നത് എന്തെന്നറിയാമോ? സ്ത്രീകൾ തന്നെ ഇപ്പോൾ ശക്തമായ രൂപത്തിൽ അവർക്ക് പിന്തുണയുമായി വരുന്നു. അതായത് ഇത്തരം അപ്പിക്കുപ്പായക്കാരാക്കി സ്ത്രീകളെ വീട്ടിലിരുത്താൻ ശ്രമിക്കുന്ന പുരുഷന്മാരുടെ ഈ ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ. അത്തരത്തിലുള്ള ഒരു സ്ത്രീയുടെ പ്രസംഗമാണ് കേൾക്കുക. പ്രിയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിവാഹത്തെക്കുറിച്ച്, വിവാഹ സദസ്സിനെ കുറിച്ച്, വിവാഹത്തിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചൊക്കെ ധാരാളമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇസ്ലാമിലെ വിവാഹം എന്നത്, അതിന്റെ നടപടിക്രമങ്ങൾ, അതിലുള്ള സ്ത്രീ സാന്നിധ്യം, സ്ത്രീകളുടെ ഇടം എന്നതിനെ കുറിച്ച് ചെറിയൊരു വർത്തമാനം തീർച്ചയായിട്ടും പറയണമെന്ന് തോന്നുന്നു. ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു നടപടിക്രമമാണ്. അതിൽ മഹറും, പെണ്ണും ആണും അഥവാ വരനും വധുവും, രണ്ട് സാക്ഷികൾ. ഖുർആനിൽ മഹർ എന്ന പദമേ ഇല്ല. ഖുർആനിലുള്ളത് അജർ എന്ന പദമാണ്. കൂലി. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് കൂലി കൊടുക്കും, പാടത്ത് പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുക്കും. അതുപോലെ യോനി കൂലി, ഇവരുടെ ശരീരം ഉപയോഗപ്പെടുത്തുന്നതിന്റെ സെക്സ് കൂലി. പുരുഷന് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടന്നു കൊടുക്കുന്നു, അതിന്റെ ഒരു കൂലി. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവരത് വിവാഹ മൂല്യം എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ പർവ്വതീകരിച്ച് ഇസ്ലാമിനെ ഒന്ന് പെയിന്റ് അടിച്ച് വെളുപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. മുസ്ലിം സ്ത്രീയുടെ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനൊരു റോളും ഇല്ല. പുരുഷനും പെണ്ണിന്റെ പിതാവ് അതല്ലെങ്കിൽ പെണ്ണിന്റെ രക്ഷിതാവും ആയിട്ടാണ് കരാറുകൾ ഉള്ളത്. അതല്ലാതെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവോൾവ്മെന്റും തുടക്കം മുതൽ ഒടുക്കം വരെ ഇല്ല. വലിയും ഉണ്ടെങ്കിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത്രക്കും ലളിതമായ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി കാര്യമാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നിലവിലെ ചർച്ചകൾ പരിശോധിച്ച് നോക്കിയാൽ വിവാഹത്തിൽ, ഒരു മുസ്ലിമിന്റെ വിവാഹത്തിൽ ഒരു പെണ്ണിന് ഒരു ഇടവുമില്ല. അവളെ ഒരു കച്ചവട വസ്തുവായിട്ട് മാത്രം കാണുകയും അതല്ല എങ്കിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു മൃഗത്തിനോടാണ് പലപ്പോഴും മുസ്ലിം സ്ത്രീയെ പലരും ഉപമിക്കുന്നത്. അത് അന്നേ ദിവസം നടക്കുന്ന അല്ല. ഖുർആൻ പറഞ്ഞത് തന്നെ എന്താണ്? നിസാഉക്കും ഹർസുൻ ലക്കും ഫഅതു ഹർസക്കും അന്നാശിത്തും. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചോളാനെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വിൽക്കാൻ വെച്ചിരിക്കും. അല്ലാതെ കൃഷിയിടമാണെങ്കിൽ എന്തെല്ലാം രൂപത്തിൽ ചെയ്യാം. കൂട്ടുകൃഷി ചെയ്യാം, വിൽക്കാം, ലീസിന് കൊടുക്കാം, അല്ല അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കാം. വേണമെങ്കിൽ കൃഷി ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഇനി കൃഷി ചെയ്യുന്നു, കർഷകനും കൃഷിഭൂമിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനിയും ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവും കൃഷിഭൂമിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എപ്പോൾ കൃഷി ചെയ്യണം, എന്ത് കൃഷി ചെയ്യണം, എത്ര ചെയ്യണം എന്ന് കർഷകൻ തീരുമാനിക്കും. അത് തന്നെയല്ലേ ഇസ്ലാം നല്ല രൂപത്തിൽ അങ്ങനെ ഒരു ഉപമ പറഞ്ഞത്. വിവാഹിന്റെ അന്ന് നടക്കുന്ന ചില ഉടമ്പടികളിലെ വാക്കുകളോ സാന്നിധ്യമോ മാത്രമല്ല ഇസ്ലാമിലെ വിവാഹം. മറിച്ച് അതിനു മുമ്പ് നടക്കേണ്ടുന്ന നടപടിക്രമങ്ങളെ കുറിച്ച് അറിവില്ലായ്മ കൊണ്ടോ അതല്ല എങ്കിൽ കണ്ണടച്ചിരുട്ടാക്കുകയാണ് ഈ വിഷയത്തിൽ പലരും ചെയ്യുന്നത്. ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിലെ പല മുന്നൊരുക്കങ്ങളും ആവശ്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പെണ്ണ് കാണൽ എന്നത്, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും പരസ്പരം കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6 വയസ്സുകാരിയായ ആയിഷ കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പിതാവിന്റെ സുഹൃത്തായ മമ്മദണ്ണൻ അവിടേക്ക് വരുന്നു. മമ്മദണ്ണന്റെ പ്രായം 53. ആയിഷയോട് ചോദിച്ചു, എന്താ പേര്? എന്നെ നിനക്ക് ഇഷ്ടായോ? ശരി. ഇത് നാഗേന്ദ്രന്റെ വിവാഹം പോലെ ഒരു സീരീസ് ആണെന്ന് കുഞ്ഞിനറിയോ? അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹം വിവാഹം ആലോചിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പ്രവാചകനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, താങ്കൾ അവളെ കണ്ടുവോ? ഇല്ല എന്ന മറുപടി പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കൾ അവളെ കാണുക, അത് നിങ്ങളുടെ ബന്ധം ശാശ്വതമാക്കുവാൻ ഏറ്റവും സഹായകമാണ് എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് ഖൈബർ യുദ്ധത്തെ കുറിച്ച് അറിയാമോ? അറിയണം. ഖൈബർ യുദ്ധത്തില് ഈ നബി അദ്ദേഹത്തിൻ്റെ അനുയായികളുമെല്ലാം കൂടി ഒരു നാട്ടിലേക്ക്, ഖൈബർ എന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് ഇരച്ചു കയറി അവിടെയുള്ള പുരുഷന്മാരെയൊക്കെ വെട്ടിക്കൊന്ന് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരിക. അതിനകത്ത് സഫിയ എന്ന് പറയുന്ന അതീവ സുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് ഹുയൈ ഇബ്നു അഖ്തബ് എന്ന് പറയുന്ന പിതാവ്, കിനാന എന്ന് പറയുന്ന ഭർത്താവ്, ഇവരെയൊക്കെ വാളിനിരയാക്കി ആ പെണ്ണിനെ അന്ന് തന്നെ ബലാത്കാരം ചെയ്തു. എവിടെ പെണ്ണ് കാണൽ നടന്നു? എവിടെയാണ് പെണ്ണ് കാണൽ നടന്നത്?
പ്രവാചകനല്ലേ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയല്ലേ? അല്ലേ? ഈ പ്രവാചകനിൽ അഹ്സൻ, ഉത്തമ മാതൃകയുണ്ട് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഇതുപോലെയാണോ പെണ്ണ് കാണേണ്ടത്? ആണോ? ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. പ്രവാചകന്റെ ഓരോ വിവാഹങ്ങൾ എടുത്താലും വിമർശിക്കാൻ എമ്പാടുമുള്ള വസ്തുതയുണ്ട്. വളർത്തുമകന്റെ ഭാര്യയെ കണ്ട് പെണ്ണ് കണ്ടോ? അവരുടെ സമ്മതം അറിഞ്ഞോ? 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ സെയ്ദ് സൈനബിനെ വിവാഹം കഴിച്ചിട്ട്. അവര് സുഖസുന്ദരമായി ജീവിച്ചു വന്നു. അതിനകത്ത് കരടായി നബി കയറി വന്നു. സൈനബിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ഉടനെ തന്നെ അവളെ വേണം എന്ന് നിർബന്ധിച്ചു. അള്ളാഹു അവിടെ നായത്തിറക്കി, ഞാൻ നിനക്ക് കെട്ടിച്ചെന്നിട്ടുണ്ട്, പോയി ചെയ്തോളാൻ. ശരി. റിപ്പോർട്ട് ചെയ്ത വേറൊരു സംഭവമുണ്ട്. ഒരിക്കലൊരു പെൺകുട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് പറയുകയാണ്, പ്രവാചകരെ, എന്റെ പിതാവ് എന്നെ വിവാഹം ചെയ്ത് അയപ്പിച്ചു, എന്റെ സമ്മതമില്ലാതെയാണ്. ആരാന്റെ കാര്യത്തിലാകുമ്പോ നബിക്ക് അഭിപ്രായം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവനവന്റെ കാര്യത്തിലാണെങ്കിൽ മാത്രമേ ഈ പ്രശ്നം വരുന്നുള്ളൂ. ഒരിക്കല് ഈ സംഭവം പറഞ്ഞപ്പോഴാ എനിക്ക് ഓർമ്മ മറന്നുപോകും. അതുകൊണ്ട് ഞാൻ ഇതുകൂടെ പറഞ്ഞിട്ട് ഇവരത് കേൾപ്പിക്കാം. പ്രവാചകന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, 2ാമത് വിവാഹം കഴിച്ച ആളില്ലേ, അത് ശരിയാകത്തില്ല പ്രവാചകരെ, എനിക്ക് വിവാഹമോചനം വേണം. അപ്പൊ നബി ചോദിച്ചു, എന്തു പറ്റി? 2ാമത് കെട്ടിയതല്ലേ? അത് അദ്ദേഹത്തിന്റെ ലിംഗം മുണ്ടിന്റെ കര പോലെയാണ്, അതുകൊണ്ട് ഒന്നും നടക്കില്ല. അപ്പൊ നബി പറഞ്ഞു, അത് ശരിയാകത്തില്ലല്ലോ. അല്ല നബിയെ, നടക്കില്ല. നിന്റെ മധു അവനും അവന്റെ മധു നീയും നുകരുവോളം അയാൾക്ക് നിന്നെ വിവാഹമോചനം ചെയ്യാൻ പറ്റില്ല. പ്രവാചകരെ, എനിക്ക് ആദ്യത്തെ ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ മടങ്ങി പോകണം. അപ്പൊ പറഞ്ഞു, നടക്കില്ല. അപ്പോ ഇങ്ങനെ മധു നുകരുന്ന കാര്യം പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നബി, അത് നടക്കില്ലല്ലോ. അത് നടക്കില്ലെന്ന് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. എന്നാൽ വിവാഹമോചനവും നടക്കില്ല. ആ സ്ത്രീയുടെ ജീവിതം അങ്ങനെ തളച്ചിടുന്നതിലൂടെ നബിക്ക് എന്താ കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കി. ആരാന്റെ ജീവിതമല്ലേ? ആയിഷയുടെ വീട്ടിലൊരു അന്യപുരുഷനെ കണ്ടപ്പോൾ ആയിഷയോട് ആരാന്ന് ചോദിച്ചപ്പോൾ ആയിഷ പറഞ്ഞു, അത് എൻ്റെ മുലകുടി സഹോദരനാണ്. ആയിഷ, ശിശുപ്രായത്തിൽ മുല കുടിച്ചാലേ മുലകുടി ബന്ധം സ്ഥാപിതമാകത്തുള്ളൂ കേട്ടോ. നീ ഈ പ്രായത്തിലൊക്കെ പിടിച്ച് മുല കൊടുത്തിട്ട് ബന്ധം സ്ഥാപിക്കാനൊന്നും ശ്രമിക്കരുത്. വേറെ സഹല ബിൻത് സുഹൈൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, സാലിം ഇതര പുരുഷന്മാരെ പോലെയുള്ള മനുഷ്യനല്ലേ, അവനിങ്ങനെ വീട്ടിൽ വരുന്നതേ, അയാൾക്ക് എൻ്റെ ഭർത്താവിന് അത്ര തീരെ പിടിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു ചിരിച്ചുകൊണ്ട്, അവന് മുല കൊടുത്തോളാം. അല്ല നബി, അവളൊരു വലിയ പുരുഷനല്ലേ, കുഴപ്പമില്ലെന്ന്. ആരാന്റെ ജീവിതം വരുമ്പോൾ നബി എടുക്കുന്ന നിലപാട് തികച്ചും വ്യത്യസ്തമായിരിക്കും. ഈ വിവാഹം നടന്നത് അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടെങ്കിൽ അത് അസാധുവാണ്, അത് റദ്ദാക്കപ്പെട്ടതാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്ന മറുപടിയുണ്ട്, ഇപ്പോൾ അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമാണ്, ഈ വിവാഹ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുവാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ പിതാവ് വിവാഹം ചെയ്തു കൊടുക്കരുത് എന്ന് മറ്റുള്ളവർ കൂടി അറിയണമല്ലോ. അതിനാണ് പ്രവാചകരെ, താങ്കളോട് ഞാനിത് ചോദിച്ചത് എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. ഇസ്ലാമിക നിയമപ്രകാരം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. ഞാൻ നാളെ ആവട്ടെ ലൈവിൽ നമുക്ക് ആ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് എടുക്കാം. ഇപ്പൊ അപ്പുറത്തിരിക്കുകയാണ്. ഒരു സ്ത്രീ പ്രഗ്നന്റ് ആണ്. ആ സ്ത്രീയുടെ ഭർത്താവ് പറയുവാണ്, എന്റെ ഭാര്യ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ മമ്മതേ, നിനക്ക് ഞാൻ കെട്ടിച്ചു തരും, അവള് നിന്റെ ഭാര്യയാണ്. ആ സ്ത്രീ പ്രസവിക്കുന്ന അന്നു മുതൽ അത് പെൺകുഞ്ഞാണെങ്കിൽ പിതാവ് കെട്ടിച്ചു കൊടുത്തവന്റെ ഭാര്യയാണ്. ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊന്ന് പഠിച്ചിട്ട് വരണ്ടേ താത്ത ഇസ്ലാമിനെ കുറിച്ച് തള്ളിമറിക്കാൻ? ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന നിയമം ഇതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ പിന്നെ ഇവരെ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെളിവുകൾ വേണ്ട, അവർക്ക് റഫറൻസുകൾ വേണ്ട. ശ്രോതാക്കളെ അപേക്ഷിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കുന്നത്, അല്ലേ? അത്രേ ഉള്ളൂ. ചില ആളുകൾ പറയും, ഇന്ന ആളുകൾ ഭയങ്കരമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആഡംബരത്തോടു കൂടി അവരെ ഡിസ്പ്ലേ ചെയ്ത് വീഡിയോസ് കാണിക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്കും കാണിച്ചൂടെ? അത് അവർക്ക് പറ്റും. എനിക്ക് അത്തരം സാങ്കേതിക വശങ്ങളൊന്നുമില്ല. എനിക്കിങ്ങനെ, അതായത് എൻ്റെ വീഡിയോ കാണാൻ വരുന്ന ആളുകൾ, അവർക്ക് വേണ്ടത് അറിവുകളാണ്, ആശയങ്ങളാണ്. എൻ്റെ കോലം എന്താ അങ്ങനെ ഇരിക്കുന്നത്, അതെന്താ ബാക്ക് സൈഡിൽ അങ്ങനത്തെ ഒരു ചിത്രം കാണുന്നത്, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. എൻ്റെ വീഡിയോ കാണുന്ന ആളുകളുടെ ക്വാളിറ്റി എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വളവളാന്ന് പറയുന്നതിനേക്കാൾ അവർക്ക് വേണ്ടത് തെളിവുകളാണ്. എന്തുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കേണ്ടി വരരുത്. അതിനു മുമ്പ് തന്നെ ഞാൻ ഇന്ന കാരണങ്ങളാലാണ് ഇത് പറയുന്നത് എന്ന തെളിവ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് തരും. നിങ്ങളുടെ ക്വാളിറ്റിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് റെഫറൻസ് വേണം, മറ്റാരോടെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾക്ക് തെളിവ് കാണിച്ചു കൊടുക്കട്ടെ, എന്നാലല്ലേ നിങ്ങൾക്കത് വിമർശിക്കാൻ പറ്റുള്ളൂ. അല്ല, ജാമിത പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾക്കത് പോയി കാണിക്കാനോ പറയാനോ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനോ കഴിയില്ലല്ലോ. അപ്പോൾ എൻ്റെ നിർബന്ധമായ ബാധ്യതയാണ് ഞാൻ പറയുന്ന വസ്തുതകൾക്ക് ആധാരമുണ്ടാകുക എന്നത്.
വെറുതെ പറഞ്ഞു പോയാൽ മതി. ഇതൊക്കെ ആരൊക്കെയോ പറഞ്ഞ് കേട്ടു, ശരി പോയി അവർക്കൊരു മറുപടി കൊടുക്കുക. സ്ത്രീ പറയുമ്പോൾ അത് കുറച്ചും കൂടി വാലിഡ് ആണ്. അങ്ങ് പറഞ്ഞു. സ്ത്രീയുടെ മൂല്യം എന്താണ് എന്നറിയാത്ത ആളുകൾ സ്ത്രീകളെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടുവന്ന് അവരെ ഡമ്മികളാക്കി പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അവരാണ്. ഒരിക്കൽ ഇമാം അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്തിലെ ഒരു ചാനലിൽ ഒരു സ്ത്രീ വന്ന് പറയുകയാണ്, എനിക്ക് 4-5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങളൊരു ക്രിസ്ത്യാനിയാണ്, വീട്ടിൽ ഒരുപാട് വൈദികരും ഒക്കെ കുടുംബത്തിലുണ്ട്, പക്ഷെ ആരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ല. അടുത്ത വീട്ടിലാണെങ്കിലോ അവർ മുസ്ലിങ്ങളാണ്, എപ്പോഴും ഇങ്ങനെ ഗസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, മുസ്ലിം ആയാൽ മതിയായിരുന്നു, എന്നാൽ ഒരുപാട് ഗസ്റ്റുകൾ വീട്ടിൽ വരുമല്ലോ, അതുകൊണ്ടാണ് പിൽക്കാലത്ത് അവർ ഇസ്ലാം സ്വീകരിച്ചതെന്ന്. ഗസ്റ്റുകൾ വീട്ടിൽ വരാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത് ഇവർക്കൊന്നിനും ആധാരമില്ല. ഇവർ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ഇസ്ലാമും അവരുടെ മതവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇന്ന മേന്മകൾ നമ്മുടെ മതത്തെക്കാൾ ഈ മതത്തിനുണ്ടെന്നോ മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് വരുന്നതല്ല. അവരൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നതിന് അതിൻ്റെതായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അത് ചെന്ന് കഴിയുമ്പോഴാണ് ഇവർ മനസ്സിലാകുന്നത്, അല്ലാഹ് വീട് പോയല്ലോ. ഇൻകമ്മിങ് പോലെ അത്ര എളുപ്പമല്ല ഔട്ട് ഗോയിങ് എന്നിവർ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. നന്ദി.